എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. അനവധി ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഈശ്വരന്റെ ശബ്ദം വേർതിരിച്ചു കേൾക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്ന് നമുക്കുള്ളത്. ദൈവശബ്ദത്തിന് ചെവി ചായ്ക്കുന്നവരുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ടാലും സമാധാനം മനസ്സിലേക്ക് ഒഴുകിയെത്തും. ദൈവശബ്ദം എങ്ങനെ കേൾക്കാം? നമ്മുടെ ഏകാന്തതയിൽ നാം നടത്തുന്ന പ്രാർത്ഥനകളിൽ ദൈവവചനം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ, ചിലപ്പോൾ മറ്റു ചിലരിലൂടെ, അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആരിലൂടെയുമാകാം. ആധ്യാത്മിക ഗുരുക്കന്മാരിലൂടെയാകാം, ചിലപ്പോൾ പ്രകൃതിയിലെ ചില ദൃശ്യങ്ങളിലൂടെയാകാം, അല്ലെങ്കിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളിലൂടെയാകാം. എപ്രകാരമായാലും അത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ദൈവിക സമാധാനം ലഭ്യമാകുന്നു. യുവതിയായ ഒരു മാതാവ് തന്റെ 4 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കി നടന്നു. ഓസ്ട്രിയയിലെ വിയന്ന നഗരത്തിലെ പ്രാന്തപ്രദേശത്തുള്ള റെയിൽവേ ട്രാക്കിലേക്കാണ് യാത്ര. കുഞ്ഞുങ്ങളുമായി മരിക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം. രോഗിയായ മാതാവിനെയും 4 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഭർത്താവ് സ്ഥലം വിട്ടു. രോഗിയായതിനാൽ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ കഴിയാത്തത് അവളെ നിരാശയിലാക്കി. ആ മാതൃഹൃദയം അതീവ ദുഃഖത്തിലാണ്ടു. അങ്ങനെയാണ് അവൾ ആത്മഹത്യ തിരഞ്ഞെടുത്തത്. ട്രെയിനിന്റെ ചൂളം വിളി അവളുടെ ചെവിയിൽ കേട്ടു തുടങ്ങി. കുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുന്നിൽ ചാടുവാനായി അവൾ തയ്യാറെടുത്തു. തന്റെ 4 വയസ്സുള്ള പിഞ്ചു മകൾ ആ സമയം ഇപ്രകാരം പറഞ്ഞു: മമ്മി, മമ്മിയെ ഞാൻ സ്നേഹിക്കുന്നു. ഇപ്പോൾ രാത്രിയായി, നമുക്ക് വീട്ടിലേക്ക് പോകാം. കുഞ്ഞിന്റെ ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. ദൈവം തന്നോട് കുഞ്ഞിലൂടെ ഇടപെട്ടതായി കണ്ട് അവൾ കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി. ജീവിക്കണം, കുഞ്ഞുങ്ങൾക്കായി ജീവിക്കണം. ഈ ബുദ്ധിമുട്ടുകൾ മാറും, അവൾ തീരുമാനിച്ചു. തന്റെ സംഗീതത്തിലുള്ള കഴിവിനെ പുഷ്ടിപ്പെടുത്തി കർമ്മരംഗത്ത് നിലയുറപ്പിക്കാൻ അവൾ ശ്രമിച്ചു തുടങ്ങി. അവൾ ഒരു വിജയമായി തീർന്നു. ലോക പ്രശസ്തിയായ ഓപ്പറ ഗായിക മാഡം ഏണസ്റ്റൈൻ ഷൂമാൻ ഹെങ്കിന്റെ കഥയാണിത്. ഈശ്വര ശബ്ദം ശ്രവിക്കുവാൻ നാം സമയം കണ്ടെത്തുമ്പോൾ ജീവിതത്തിലെ നിരാശകൾ നീങ്ങി സമാധാനമുള്ളവരായി തീരും. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ പ്രഭാതത്തിലും സന്ധ്യായാമത്തിലുമുള്ള പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുന്നു. ഈശ്വര ശബ്ദം കേൾക്കുവാൻ കാതുകളെ തുറക്കാം. ജീവിതത്തിൽ സമാധാനമുള്ളവരാകട്ടെ.